ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അല്പസമയത്തെ ധ്യാനത്തിനായി യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. പരീശനും സന്നദ്ധ സംഘത്തിലെ അംഗവുമായ നിക്കോദെമോസ് ഒരിക്കൽ യേശുവിനെ കാണുവാൻ എത്തുന്നു. ഈ നിക്കോദെമോസും യേശുവും തമ്മിലുള്ള സംഭാഷണമാണ് ഈ വേദഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനോഹരമായ ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഈ മനുഷ്യൻ്റെ പേരാണ് നിക്കോദെമോസ്. പരീശൻ, പ്രമാണി, സന്നദ്ധ സംഘത്തിലെ അംഗം എന്നീ പദവികൾ ഉള്ള മനുഷ്യനാണ് ഇദ്ദേഹം. എങ്കിലും ക്രിസ്തുവിനാൽ വിമർശിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിലെ അംഗമാണ് ഇദ്ദേഹം. ദൈവത്തെ തേടിയിറങ്ങിയ ഈ മനുഷ്യൻ വിശുദ്ധിയുടെ പടവുകളിലൂടെ രക്ഷയുടെ അവകാശിയായി മാറുന്നതായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ നിക്കോദെമോസ്. മറ്റു പരീശന്മാർ യേശുവിനെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തപ്പോൾ അവൻ യേശുവിന് വേണ്ടി വാദിക്കുന്നതായിട്ട് യോഹന്നാൻ 7:50-51 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി വാദിക്കുന്ന നിക്കോദെമോസിനെ നമുക്കിവിടെ കാണാം. ഈ നിക്കോദെമോസാണ് യേശുവിൻ്റെ കബറടക്ക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയതായിട്ട് യോഹന്നാൻ 19:30 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിക്കോദെമോസ് യേശുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഒരു രാത്രിയിലാണ് നിക്കോദെമോസ് യേശുവിനെ തേടിയെത്തുന്നത്. രാത്രി അല്ലെങ്കിൽ ഇരുട്ട് തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും അടയാളമാണ്. ഇരുളിൻ്റെ മറവിലാണ് തിന്മകളുടെ ശക്തികൾ പ്രവർത്തിക്കുന്നത്. രാത്രി അഥവാ ഇരുട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിക്കോദെമോസ് ഇരുട്ടിൻ്റെ അവസ്ഥയിലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഈ ഇരുട്ടിൽ നിൽക്കുന്ന നിക്കോദെമോസ് വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ തേടിയാണ് യാത്ര ചെയ്തത്. നിത്യപ്രകാശമാകുന്ന യേശുവിനെ കണ്ടതോടുകൂടി അവൻ രക്ഷയുടെ അവകാശിയായി മാറി. നിത്യപ്രകാശമാകുന്ന യേശുവിനെ തേടി യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കും രക്ഷയുടെ അവകാശികളായി തീരുവാനായിട്ട് സാധ്യമായി തീരുന്നത്. എന്തുകൊണ്ടാണ് നിക്കോദെമോസ് രാത്രിയിൽ യേശുവിനെ തേടി ഇറങ്ങിയത് എന്ന് ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അന്ന് യേശു യഹൂദന്മാർക്ക് ശത്രുവായിരുന്നു. അവരാൽ അംഗീകാരം ഇല്ലാത്തവനായിരുന്നു. അവരുടെ എതിർചേരിയിൽപ്പെട്ടവനായിരുന്നു യേശു. രാഷ്ട്രീയവും മതപരവുമായ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടവനായിരുന്നു യേശു കർത്താവ്. ഇത്തരത്തിലുള്ള ഒരാളെ ഒരു പരീശ പ്രമാണി സന്ദർശിക്കുന്നത് ഉചിതമല്ല എന്ന് നിക്കോദെമോസിന് അറിവുണ്ടായിരുന്നു. നിക്കോദെമോസിൻ്റെ പദവികൾക്ക് അത് മങ്ങലേൽപ്പിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവൻ്റെ പദവിയും മാന്യമായ സ്ഥാനവും യേശുവിലേക്ക് പരസ്യമായി വരുന്നതിന് തടസ്സമായി തീർന്നതിനാലാണ് അവൻ രാത്രി യേശുവിനെ കാണുവാനായിട്ട് രഹസ്യമായി എത്തുന്നത്. ഇന്ന് നാം കൊണ്ടു നടക്കുന്ന ചില പദവികൾ, നമ്മുടെ മാന്യതയുടെ ആഭരണങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ യേശുവിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ടുണ്ടോ എന്ന് നാം ഒന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പദവികളോ നമ്മുടെ സ്ഥാനങ്ങളോ നമ്മുടെ ഭൗതിക നേട്ടങ്ങളോ മാന്യതയോ ഒന്നും യേശുവിനെ പരസ്യമായി പ്രഖ്യാപിക്കുന്നതിനും യേശുവിലേക്ക് ചെല്ലുന്നതിനും തടസ്സമായി തീരുവാൻ ഇടയാകരുത്. നിക്കോദെമോസ് യേശുവിനെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. 2-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ സമൂഹം യേശുവിനെ കുറ്റവാളിയായി കണ്ടു. എന്നാൽ നിക്കോദെമോസ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും വന്ന ഒരു ഉപദേഷ്ടാവായിട്ടാണ് യേശുവിനെ കണ്ടത്. ഈ തിരിച്ചറിവാണ് നിക്കോദെമോസിനെ രക്ഷയുടെ അവകാശിയാക്കി മാറ്റുന്നത്. നാമും യേശു ആരാണ് എന്ന് വ്യക്തമായി തിരിച്ചറിവുള്ളവരാണ്. തിരിച്ചറിവുള്ളവർക്ക് മാത്രമേ ദൈവത്തെ തിരിച്ചറിയുവാൻ, കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിയുന്നവർക്ക് മാത്രമേ രക്ഷയുടെ അവകാശികളായി തീരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവരാജ്യം കാണാൻ എന്ത് ചെയ്യണമെന്ന് യേശു കർത്താവ് അവന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുകയാണ്, പുതുതായി ജനിക്കണം. അപ്പോൾ നിക്കോദെമോസ് ചോദിക്കുകയാണ്,
അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. കർത്താവ് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന്. വെള്ളം വിശുദ്ധീകരണത്തിനുള്ള ദ്രാവകമാണ്. പാപത്തിൻ്റെ ചെളിയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാനായിട്ട് പ്രതീകാത്മകമായി വെള്ളത്താൽ കഴുകപ്പെടണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് മാമ്മോദിസ. ആത്മാവ് ദൈവിക ദാനമാണ്, അത് ജീവനാണ്. ആത്മാവ് ജീവൻ്റെ അടയാളമാണ്. ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമ്മളിലെ ആത്മീയത അല്ലെങ്കിൽ ആത്മീക മനുഷ്യൻ മരിക്കും. അതുകൊണ്ട് ഈ ജീവനാകുന്ന ആത്മാവ് വീണ്ടും നമ്മിൽ വരുമ്പോഴാണ് വീണ്ടും ജന്മം അല്ലെങ്കിൽ വീണ്ടും ജീവൻ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് കർത്താവിടെ പറയുവാൻ ശ്രമിക്കുന്നത്, ശരീരമായ നിൻ്റെ ചെളിയെ, കുറവുകളെ വെള്ളത്താൽ നീ വിശുദ്ധീകരിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നീ നിൻ്റെ ആത്മാവ്, നിൻ്റെ മനസ്സ്, നിൻ്റെ ശരീരം മുഴുവനായി കഴുകണം. എങ്കിലേ വീണ്ടും ജന്മം പ്രാപിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു പുതിയ മനുഷ്യനായി മാറുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആത്മാവിനെ പ്രാപിക്കുന്നതിലൂടെ മാത്രമാണ് പുതിയ മനുഷ്യനായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഒരിക്കൽ രത്നാകരനായ എന്ന പേരുള്ള ഒരു കാട്ടുകള്ളൻ മഹർഷിമാരുടെ ഉപദേശം സ്വീകരിച്ച് നാമം ജപിച്ച് തപസ് അനുഷ്ഠിച്ചു. അവസാനം ചിതൽപുറ്റായി മാറി. വാൽമീകിയുടെ കഥ നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ. പഴയത് മാറി പുതിയ രൂപമായിട്ട് മാറി. അപ്പോൾ അദ്ദേഹം രാമായണത്തിൻ്റെ ഉപജ്ഞാതാവായി മാറ്റപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് 8-ാമത്തെ വാക്യത്തിൽ. കാറ്റ് എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് ന്യൂമ എന്നാണ്. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസം എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. കാറ്റിൻ്റെ ഉത്ഭവം ആരും ശ്രദ്ധിക്കാറില്ല. അത് എവിടെ നിന്നോ വരുന്നുവെന്നോ എവിടെയൊക്കെ പോകുന്നുവെന്നോ ആരും ശ്രദ്ധിക്കാറില്ല. പരിശുദ്ധാത്മാവും അതുപോലെ തന്നെയാണ്. എപ്പോൾ എവിടെ നിന്ന് വരുമെന്നോ എവിടെയൊക്കെ പോകുമെന്നോ നാം അറിയുന്നില്ല. കാറ്റ് സൃഷ്ടിക്കുന്ന ചലനങ്ങളിലൂടെയാണ് നാം അത് തിരിച്ചറിയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മൾ സൃഷ്ടിക്കുന്ന ഫലങ്ങളിലൂടെയാണ് നാം വീണ്ടും ജനിച്ചോ എന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. കാറ്റിൻ്റെ സാന്നിധ്യം പ്രകൃതിയുടെ ചലനങ്ങളിലൂടെ അറിയും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അത് ലഭിച്ചവൻ്റെ പ്രവൃത്തികളിലൂടെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ കണിക നമ്മൾ ഉണ്ടോ എന്ന് നമ്മുടെ പ്രവൃത്തിയിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമാണ് വീണ്ടും ജന്മത്തിന് നമ്മളെ സഹായിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വെള്ളത്താലുള്ള കഴുകൽ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് പരിശുദ്ധാത്മാവിനാലുള്ള കഴുകൽ എന്ന് പറയുന്നത്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയും മറ്റ് പൗരസ്ത്യ സഭകളുമൊക്കെ ഈ പരിശുദ്ധാത്മാവിനെ നൽകുന്നതിൻ്റെ അടയാളമായിട്ടാണ് വിശുദ്ധ മോറോൻ അഭിഷേകം നടത്തുന്നത്. ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വെള്ളത്താൽ കഴുകിയതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായ മോറോൻ അവർക്ക് നൽകുന്നതിലൂടെയാണ് അവർ വീണ്ടും ജന്മത്തിൻ്റെ അവകാശികളായി മാറ്റപ്പെടുന്നത്. അപ്പോൾ മാമ്മോദീസായുടെ അർത്ഥവും പൊരുളും തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നിക്കോദെമോസിന് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നതും അതുതന്നെയാണ്. നീ വെള്ളത്താൽ കഴുകപ്പെടണം, അതോടൊപ്പം തന്നെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നീ സ്നാനമേൽക്കണം, നീ മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തപ്പെടണം എന്നാണ് ഇവിടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത് 4 കാര്യങ്ങളാണ്. നിത്യപ്രകാശമാകുന്ന യേശുവിനെ തേടിയിറങ്ങിയാൽ നാം രക്ഷയുടെ അവകാശികളായി മാറും. 2, നാം കൊണ്ടു നടക്കുന്ന പദവികളെ ഉപേക്ഷിപ്പാൻ, മാന്യതയുടെ ആഭരണങ്ങളെ, ഭൗതികമായ നേട്ടങ്ങളെ ഉപേക്ഷിക്കുവാനും തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുടെ അവകാശികളായി തീരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുന്ന ആൾക്ക് മാത്രമേ രക്ഷ അവകാശമാക്കുവാനായിട്ട് സാധിക്കൂ എന്നാണ് 3ാമത് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നു, പഴയത് ഉപേക്ഷിച്ച് വീണ്ടും ജനിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്താൽ ആ പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ രക്ഷയുടെ അവകാശികളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ്. അപ്രകാരം കർത്താവിൻ്റെ ഉപദേശങ്ങളെ മാനിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് രക്ഷയുടെ അവകാശികളായി തീരുവാനായിട്ട് നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.